إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. عباد الله، أوصيكم وإياي أولا بتقوى الله كما قال الله عز وجل: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ, സഹോദരിമാരെ, റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ദീനിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് തഖ്വയോടുകൂടി ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരവസരത്തിൽ വിശ്വാസി എന്ന നിലക്ക് നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും നിലപാടെടുക്കേണ്ടതും വളരെ അനിവാര്യമാണ്. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ചും മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ രീതിയിൽ നമ്മളെല്ലാവരും പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. വോട്ട് ചെയ്യുകയും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കുചേരുകയുമാണ് ഒരു വിശ്വാസി ഇവിടെ സ്വീകരിക്കേണ്ട നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിരുന്നാലും തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ, അതിൻ്റെ ചൂട് പിടിക്കുമ്പോൾ പല കോലങ്ങളും അവസ്ഥകളും നമ്മൾക്ക് കാണാറുണ്ട്. ഒരു വിശ്വാസി അവൻ എല്ലാ സമയത്തും വിശ്വാസിയാണ്, അവനൊരു മുസ്ലിമായിട്ടാണ് മരിക്കേണ്ടതും. അതാണല്ലോ നമ്മൾ ആമുഖമായി എല്ലാ ഖുതുബയിലും നമ്മൾ കേൾക്കാറുള്ള ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹ്
വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ ഒരിക്കലും മരിച്ചു പോകരുത് കേട്ടോ. എന്ന് വെച്ചാൽ അവൻ്റെ എല്ലാ അവസ്ഥയിലും മുസ്ലിമാണവൻ. ആ മുസ്ലിം ആയിക്കൊണ്ട് തന്നെ, യഥാർത്ഥ വിശ്വാസി ആയിക്കൊണ്ട് തന്നെയാണ് അവൻ മരിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു മുസ്ലിം അവൻ്റെ നിലപാടിൽ അവൻ ഉറച്ചു നിൽക്കണം. എന്ന് വെച്ചാൽ അവൻ്റെ ദീനിൻ്റെ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് ഒരിക്കലും ഒരു കാര്യവും അവനില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പരലോകത്തെ മറന്നുകൊണ്ട്, പരലോകം തോൽപ്പിച്ചുകൊണ്ട് അവൻ്റെ പാർട്ടിയെയോ അവൻ്റെ മറ്റെന്തിനേയും വിജയിപ്പിച്ച് ഒരു കാര്യവും അവന് ലഭിക്കാനില്ല. പരലോകം തോറ്റു കഴിഞ്ഞാൽ ദുനിയാവിൽ എത്ര വലിയ നേട്ടം ലഭിച്ചാലും ഒരു കാര്യവും അവനുണ്ടാവുകയില്ല എന്നുള്ളതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന പാർട്ടിക്കാരനാണ്, അധികാരം വാങ്ങിക്കൊടുക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥനാണ് എന്നൊക്കെ നമ്മൾ ഉണ്ടായേക്കാം. പക്ഷേ നമ്മളുടെ പരലോകം കളഞ്ഞ് നമ്മളുടെ പാർട്ടിയെയും നമ്മളുടെ ആൾക്കാരെയും വിജയിപ്പിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രീയമാവുമ്പോൾ പല പല കോലാഹലങ്ങളും പല വൃത്തികേടുകളുമൊക്കെ അതിൽ നടന്നേക്കാം. അതുകൊണ്ട് ആരാൻ്റെ ദുനിയാവിനെ വിജയിപ്പിക്കാൻ വിശ്വാസി ഒരിക്കലും അവൻ്റെ ആഖിറം പണയം വെച്ചുകൊണ്ടും അതിനെ തോൽപ്പിച്ചുകൊണ്ടും ഒരിക്കലും ഒരു ഇടപാടും നടത്താൻ പാടില്ല എന്നുള്ളതാണ്. ഏഷണി, പരദൂഷണം, ഗീബത്ത്, കളവുകൾ, എന്തിനേറെ വ്യഭിചാരാരോപണങ്ങൾ വരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാർ. ഈ വിഷയത്തിൽ അല്ലേ, സ്ത്രീകളെക്കുറിച്ചും അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പരസ്യമായി സോഷ്യൽ മീഡിയകളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം നാമധാരികളായ ആളുകൾ. ഒരു മുഅ്മിനത്തായ പെണ്ണിനെക്കുറിച്ച് വ്യഭിചാരാരോപണം നടത്തിയാൽ അവന് 80 അടി കൊടുക്കണമെന്നാണ് ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള അവിടെയുള്ള നിയമം എന്നുള്ളത്. അത്രയും ഗൗരവമുള്ള പാപമാണ്, വൻ പാപമായിട്ടാണത് പറഞ്ഞിട്ടുള്ളത്. സത്യമായാൽ പോലും അതിങ്ങനെ പ്രചരിപ്പിച്ച് നടക്കലല്ല ഒരു വിശ്വാസി ചെയ്യേണ്ടത്. ഇനി സത്യമോ അസത്യമോ ഒന്നും അറിയാതെ ഇങ്ങനെ പ്രചരിപ്പിച്ചാൽ എന്തായിരിക്കും അവൻ്റെ ഈമാനിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ ഓരോരുത്തരും ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതേപോലെ ഇസ്ലാം ഏഷണി എന്ന കാര്യത്തെ, നമീമത്ത് എന്നുള്ളതിനെ വളരെ ഗൗരവത്തിലാണ് എതിർത്തിട്ടുള്ളത്. എന്താ, ഒരു വ്യക്തിയുടെ അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ സംസാരം മറ്റൊരു വ്യക്തിയിലേക്ക്, മറ്റൊരു ഗ്രൂപ്പിലേക്ക് എത്തിച്ചു കൊടുക്കുക, പരസ്പരം തെറ്റിക്കാൻ വേണ്ടി, തമ്മിൽ തല്ലാൻ വേണ്ടി. അപ്പോൾ ഒരു വിശ്വാസി അവൻ്റെ മതത്തിൻ്റെ അതിർവരമ്പുകൾ, അവൻ്റെ മതത്തെ വിട്ടുകൊണ്ടുള്ള ഒരു കളിയും അവന് പാടില്ല എന്നുള്ളതാണ്. എന്താ, അവൻ ഒരിക്കലും ഏഷണി പറയൂല. അവൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, ഏഷണി പറയുന്നവൻ സ്വർഗത്തിൽ കടക്കില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ അത് രാഷ്ട്രീയത്തിനാവാം എന്നുണ്ടോ സഹോദരങ്ങളെ? ഒരിക്കലുമില്ല. ഒരു വിശ്വാസി എന്നും വിശ്വാസിയായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. എത്ര ഗൗരവത്തിലാണ് ഏഷണിയെക്കുറിച്ച് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരു മനുഷ്യന് തിന്മയായിട്ട് മതിയായതാണ് എന്താ, കേട്ടതെല്ലാം ഇങ്ങനെ പറഞ്ഞു നടക്കുക, കേട്ടതൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുക, പ്രചരിപ്പിക്കുക. അതവന് തിന്മയായിട്ട് അത് മതിയായതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, അഫലാ ഉഖ്ബിറുക്കും ബിശിറാരിക്കും, നിങ്ങളിലെ മോശപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അൽ മശാഊന ബിൻ നമീമ, നമീമത്തുമായി ഇങ്ങനെ നിരന്തരം നമീമത്തുമായി നടക്കുക. അൽ മുഫ്സിദൂന ബൈനൽ അഹബ്ബ, പരസ്പരം സ്നേഹിതന്മാരെ തെറ്റിക്കുക, അവരിൽ കുഴപ്പമുണ്ടാക്കുക. അൽ ബാഗൂന അൽ ബുറആ അൽ അനത, നിരപരാധികളായ ആളുകളെ അവരെ കുറ്റക്കാരായി ഇങ്ങനെ പ്രചരിപ്പിക്കുക. വളരെ മോശപ്പെട്ട ആളുകളായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ എണ്ണിയിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് ഇത് രാഷ്ട്രീയത്തിൽ പറ്റുമെന്ന് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരിക്കലും പാടില്ല സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, ഖാല അതദ്റൂന മൽ ഗീബ, നിങ്ങൾക്ക് ഗീബത്ത് എന്താണെന്ന് അറിയുമോ സഹാബത്തെ? അവർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം. എന്നിട്ട് പറയാണ്, ദിക്റുക അഖാക ബിമാ യക്റഹു, നിന്റെ സഹോദരൻ വെറുക്കുന്നത് നീ അത് മറ്റുള്ളവരോട് സ്മരിക്കലാണ്. നിന്റെ സഹോദരനെ കുറിച്ച് അവന് ഇഷ്ടമില്ലാത്ത കാര്യം നീ മറ്റുള്ളവരോട് പറയലാണ് എന്ന് പറഞ്ഞു.
അവിടുന്ന് ചോദിച്ചു, അഫറഅയ്ത ഇൻ കാന ഫീ അഖീ മാ അഖൂലു, നബിയെ എൻ്റെ സഹോദരൻ, ആ സഹോദരൻ ചെയ്യുന്ന കാര്യമാണ്, അവൻ്റെ ജീവിതത്തിലുള്ളൊരു കാര്യമാണ് ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞതെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ കാന ഫീഹി മാ തഖൂലു ഫഖദ് ഇഗ്തബ്തഹു, അവൻ്റെ ജീവിതത്തിൽ ഉള്ള കാര്യമാണ് എങ്കിൽ അത് തന്നെയാണ് ഗീബത്ത്. വ ഇല്ലം യകുൻ ഫീഹി ഫഖദ് ബഹത്തഹു, അവൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് നീ പറഞ്ഞതെങ്കിൽ നീ വെറും കളവാണ് പറഞ്ഞതെന്നാണ്, നീ അവൻ്റെ പേരിൽ വലിയ നുണയാണ് പറഞ്ഞത്. അപ്പോൾ ഉള്ള കാര്യം തന്നെ അങ്ങനെ മറ്റുള്ളവരോട് പറയാൻ പാടില്ല എന്നുള്ളതാണ് അള്ളാഹു പറഞ്ഞ ആയത്താണ്. സൂറത്തു ഹുജറാത്തിൽ പറഞ്ഞ ആയത്താണ് ആമുഖമായി ഓതി വെച്ചത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ്, ഇജ്തനിബു കസീറം മിനദ്ദൻ, അധികം ഊഹങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കണം. ഇന്ന ബഅദദ്ദന്നി ഇസ്മുൻ, അതിലെ പലതും, അതിലെ ചില ദന്നുകൾ, അതിലെ ചില ഊഹങ്ങൾ അത് വലിയ തിന്മയാണ്. വലാ തജസ്സസു വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ള, നിങ്ങൾ പരസ്പരം ആൾക്കാരെ ചികഞ്ഞന്വേഷിക്കുകയും അതേപോലെ പരസ്പരം ഗീബത്ത് പറഞ്ഞ് നടക്കുകയും ചെയ്യരുത്. എന്താ അതിൻ്റെ പ്രതിഫലം? ഗീബത്ത് നടത്തിയാലുള്ള ശിക്ഷ എന്താണ്? അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ, തൻ്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ മയ്യത്തിൽ നിന്ന് ഇറച്ചി വാരി വലിച്ച് ആരെങ്കിലും തിന്നുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ എന്നാണ്. അങ്ങനെ ചെയ്യൂല, ആരും ഇഷ്ടപ്പെടൂല. പക്ഷേ ഗീബത്ത് പറയുക എന്ന് പറഞ്ഞാൽ അവൻ്റെ അസ്ഥാനത്ത് പറയുന്നത് അതാണ്. അവൻ മരിച്ചു കിടക്കുമ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ ഇറച്ചി തിന്നല്ല, അവൻ മരിച്ചു കിടക്കുമ്പോൾ സഹോദരൻ്റെ മയ്യത്തിൽ നിന്ന് ഇറച്ചി വലിച്ച് തിന്നുന്നത് പോലെയാണ് ഗീബത്ത് പറയുക എന്നുള്ളത്. വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ, അള്ളാഹു ഏറെ തൗബ ചെയ്യുന്നവനും റഹീമുമാണ്, അതുകൊണ്ട് അവനെ സൂക്ഷിക്കണം നിങ്ങൾ എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഗൗരവമുള്ള വിഷയമാണ്. അത് രാഷ്ട്രീയത്തിലായാൽ എല്ലാം അനുവദനീയമാണ് എന്നൊരിക്കലും നമ്മൾ മനസ്സിലാക്കരുത്. അതിൻ്റെ ശിക്ഷ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് പോയപ്പോൾ ഏഷണിക്കാർക്കുള്ള ശിക്ഷയെ പ്രദർശിപ്പിക്കപ്പെട്ടു അല്ലേ? ചില ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചില ആളുകളുടെ അരികിലൂടെ ഞാൻ നടന്നുപോയി, അവർക്ക് വലിയ വലിയ നഖമുണ്ട്, അൽഫാറും മിനൻ നുഹാസിൻ, പിച്ചള കൊണ്ടുള്ള ചെമ്പിനാലുള്ള നഖങ്ങളുണ്ട്, അവർക്ക് നീണ്ട നഖങ്ങളുണ്ട്. യഖ്മിശൂന വുജൂഹഹും വസുദൂറഹും, അവരവരുടെ മുഖങ്ങളെയും മാറിടങ്ങളെയും എല്ലാം അവർ മാന്തുന്നതായിട്ട് ഞാൻ കാണുന്നു. മുഖങ്ങളൊക്കെ പിച്ച് ചീന്തുകയാണ് അവർ. ഫഖുൽതു മൻ ഹഉലാഇ യാ ജിബ്രീൽ, ജിബ്രീലെ ആരാണ് ഈ കൂട്ടർ? അവിടുന്ന് പറഞ്ഞു, അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ്, ജനങ്ങളുടെ ഇറച്ചി തിന്നുന്നവരാണവർ, മാംസം തിന്നുന്നവരാണ്. വയഖഊന ഫീ അഅറാളിഹിം, അവരുടെ അഭിമാനത്തിൽ ക്ഷതമേൽപ്പിച്ചവരാണവർ, അതുകൊണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള ശിക്ഷ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ അത്തരത്തിൽ ആരെങ്കിലും ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏഷണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദുനിയാവിൽ തന്നെ അവരോട് മാപ്പ് പറയുകയോ അതല്ലെങ്കിൽ അതൊരിക്കലും പറയാൻ പറ്റാത്തതാണെങ്കിൽ ആ സ്ഥാനത്ത് അവരെക്കുറിച്ച് നല്ലത് പറഞ്ഞ് അതിനെ പൊരുത്തപ്പെടുവിപ്പിക്കണം. കാരണം മാനുഷികമായിട്ടുള്ള ഇടപാടാണ്, അത് തീർക്കണം. മരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ തീർത്തിരിക്കണം. ഏഷണിക്കാരൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഗൗരവമായി ഉണർത്തിയ വിഷയമാണ്. അതുകൊണ്ട് ആരാൻ്റെ ദുനിയാവിന് വേണ്ടി ഒരിക്കലും അവനവൻ്റെ പരലോകം കളയരുത് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഒരു മുസ്ലിം, ഏറ്റവും നല്ല മുസ്ലിം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മുസ്ലിമിന് ഏറ്റവും നല്ല ഒരു മര്യാദയിൽ പെട്ടതാണ് എന്താ? അവന് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അവന് അനിവാര്യമല്ലാത്ത കാര്യത്തിൽ നിന്ന് അവൻ വിട്ടു നിൽക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും നല്ല ഗുണത്തിൽ പെട്ടതാണെന്നാണ്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്താവട്ടെ അല്ലാത്ത സമയത്താവട്ടെ വിശ്വാസി എന്നും വിശ്വാസിയായിരിക്കണം. അവൻ്റെ സംസാരം നന്മയുടെ സംസാരമായിരിക്കണം. ഖുൽ ഇബാദി യഖൂലു ലത്തി ഹിയ അഹ്സൻ, നബിയെ എൻ്റെ അടിമകളോട് ഏറ്റവും നല്ല വാക്ക് പറയട്ടെ അവർ എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും. ഇന്ന ശൈത്താൻ യൻസഉ ബൈനഹു, ആയത്തിങ്ങനെ തുടരുകയാണ്. വിശ്വാസികൾ നല്ല വാക്ക് പറയേണ്ടവരാണ്. ശൈത്താൻ അതിൽ നിന്ന് തെറ്റിക്കാൻ നോക്കും. പക്ഷേ വിശ്വാസികൾ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. തിരഞ്ഞെടുപ്പല്ല, ഇനി എന്തു വന്നാലും വിശ്വാസി എന്നും വിശ്വാസിയാണ് എന്നാണ് ചുരുക്കി പറയുന്നത്. ഇനി അതേപോലെ രണ്ടാമത്തെ ഒരു വിഷയം തിരഞ്ഞെടുപ്പും സ്ത്രീകളുമാണിപ്പോൾ. സ്ത്രീ ശാക്തീകരണം എന്ന പേരിൽ യഥാർത്ഥത്തിൽ സ്ത്രീകളെ
തകർക്കാനാണ് ഒരുപക്ഷെ അതിലൂടെ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പല മുസ്ലിം സ്ത്രീകളും പൊതുരംഗത്തേക്ക് പോകുമ്പോൾ ജീവിതത്തിൽ അതുവരെ കൊണ്ടു നടന്നിരുന്ന സൂക്ഷ്മതയും ആ ഒരു മാന്യതയുമൊക്കെ വലിച്ചെറിയുന്ന ഒരവസ്ഥയാണ്. എല്ലാവരെക്കുറിച്ചല്ല, പലപ്പോഴും പല പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോവുകയാണ് അല്ലേ. സ്ത്രീകൾ ഉടുത്തൊരുങ്ങി നമ്മൾ വസ്ത്രധാരണയെക്കുറിച്ച് മുമ്പ് സൂചിപ്പിച്ചതാണ്. സ്ത്രീകൾ അവരുടെ സൗന്ദര്യം മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കാനുള്ളതല്ല, അത് ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അന്യപുരുഷന്മാരുമായി തനിച്ചാവുകയോ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം അങ്ങനെ കൂടിക്കലരുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി നിൽക്കണം. പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ, ഒരു സ്ത്രീ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നും ഇസ്ലാമിക പാഠങ്ങളിൽ നിന്നും കൃത്യമായി പഠിച്ചിട്ട് വേണം ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതേപോലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ത്രീകൾ വലിയ നന്മകളാണ് ചെയ്യുന്നത് എന്ന് തോന്നിപ്പിക്കുമെങ്കിലും ഒരുപാട് സ്ത്രീകളുടെ കുടുംബജീവിതം പലപ്പോഴും വളരെ മോശമായിട്ടാണ് നമ്മൾ കണ്ടത്. എത്രയോ വാർത്തകൾ നമ്മൾ കേട്ടവരാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്താണ്? ഭർത്താവിനോടുള്ള ഉത്തരവാദിത്തം കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ളത് അല്ലേ. സ്ത്രീയോട് പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അടിമകൾക്ക് മനുഷ്യർക്ക് മുന്നിൽ ആർക്കെങ്കിലും ഒരു സുജൂദ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ സ്ത്രീ അവരുടെ ഭർത്താവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമായിരുന്നു എന്നാണ്. പക്ഷെ അതില്ല. അതുകൊണ്ട് ആ ഉത്തരവാദിത്വമൊക്കെ, വീട്ടിലെ ഉത്തരവാദിത്വമൊക്കെ കൃത്യമായി ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അതേപോലെ മൂന്നാമത്തെ ഒരു വിഷയം, തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ് അധികാരമോഹം എന്നുള്ളത്. അധികാരം എന്നുള്ളത് ഉത്തരവാദിത്തമാണ്. അധികാരമോഹം എന്നുള്ളത് വലിയ നാശത്തിലേക്ക് ഒരു മനുഷ്യനെ ചെന്നെത്തിക്കുമെന്ന് ഇസ്ലാം നമ്മെ കൃത്യമായി പഠിപ്പിച്ച വിഷയമാണ്. അതുകൊണ്ട് ഒരു വിശ്വാസിയിൽ ഒരിക്കലും അധികാരമോഹം ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം ആ ഒരു മോഹത്തെ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യത്തെ കൃത്യമായി എതിർത്തത് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ചോദിച്ചു വാങ്ങാൻ പാടുള്ളതല്ല അധികാരം എന്നുള്ളത്. ഇന്നക്കും സതഹ്രിസൂന അലൽ ഇമാറ, നിങ്ങൾ നേതൃത്വം കൊതിക്കും. വസതകൂനു നദാമതൻ യൗമൽ ഖിയാമ വഇന്നഹാ സതകൂനു നദാമതൻ വഹസ്റതൻ. മറ്റൊരു ഹദീസിൽ കാണാം, നിങ്ങൾ നേതൃത്വത്തെ കൊതിക്കും, പക്ഷെ അത് ഖിയാമത്ത് നാളിൽ വലിയ ഖേദവും നഷ്ടവുമൊക്കെ നിങ്ങൾക്ക് നൽകുന്നതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. തുടക്കത്തിൽ നല്ല രസമായിരിക്കും നേതൃത്വം, പക്ഷേ അത് വലിയ ഉത്തരവാദിത്തമാണ്. വലിയ മോശമായിട്ട് ഒരു മനുഷ്യനെ മോശക്കാരനാക്കി മാറ്റും, പരലോകം നഷ്ടപ്പെടുത്തുന്നതാക്കി മാറ്റും. അബൂദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിച്ചു. അബൂദർ റളിയല്ലാഹു അൻഹു ആരാണ്? വലിയ സ്ഥാനമുള്ള സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഇഷ്ടമുള്ള സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അലാ തസ്തഅ്മിലുനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, എന്നെ നിങ്ങൾ ഗവർണറാക്കി അയക്കുന്നില്ലേ? പല സ്വഹാബികളെയും പല നാടുകളിലേക്കും ഗവർണറാക്കി അയക്കുമ്പോൾ അബൂദർ ചോദിച്ചു, എന്നെ നിങ്ങൾ ഗവർണറാക്കി അയക്കുന്നില്ല റസൂലേ? അവിടുന്ന് അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫദറബ ബിയദിഹി അലാ മൻകിബി സുമ്മ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, യാ അബൂദർ ഇന്നക ദഈഫ്, അബൂദറെ നീ ദുർബലനാണ്. വ ഇന്നഹാ അമാനത്തുൻ, നേതൃസ്ഥാനം എന്നുള്ളത്, അധികാരം എന്നുള്ളത് അത് അമാനത്താണ്, ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. വ ഇന്നഹാ യൗമൽ ഖിയാമത്തി ഖിസ്യുൻ വ നദാമ, ഖിയാമത്ത് നാളിൽ അത് അപമാനവും അതേപോലെ ഖേദവുമാണ് നൽകുന്നത് എന്ന് അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇല്ലാ മൻ അഖദഹാ ബിഹഖ്ഖിഹാ വ അദ്ദല്ലദീ അലൈഹി ഫീഹാ, എന്നാൽ കൃത്യമായി ഹക്കോടുകൂടി ഉത്തരവാദിത്വം കൃത്യമായി ഏറ്റെടുക്കുകയും അതിൻ്റെ കൃത്യമായ രീതിയിൽ നിറവേറ്റുകയും ചെയ്യുന്നവർ ഒഴികെ എന്ന് പറഞ്ഞു. അപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. അദ്ദേഹം ഒരു ദുർബലനാണ്, നല്ല സുഹുദുള്ള സഹാബിയാണ്. എന്നാൽ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഏൽപ്പിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് നല്ല രീതിയിൽ ഏറ്റെടുക്കാവുന്നതാണ് എന്ന് കൂടി അവിടുന്ന് പറയാം. പല ഹദീസുകളും ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മാ മിൻ അബ്ദിൻ യസ്തറഈഹി അല്ലാഹു റഅയ്യതൻ, ആർക്കെങ്കിലും
ഒരു ഉത്തരവാദിത്വം, ഒരു ബാധ്യത ഏൽപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് അധികാരം നൽകി. യമൂതു യൗമ യമൂതു വഹുവ ഗാശുൻ ലിറഅയതിഹി. എന്നിട്ട് ആ ഉത്തരവാദിത്വം നൽകപ്പെട്ട മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അവൻ്റെ പ്രജകളെ വഞ്ചിച്ചിട്ടാണ് മരിക്കുന്നത് എങ്കിൽ ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗം ഹറാമാക്കുകയാണ് ചെയ്യുക എന്നാണ്. അവൻ്റെ സ്വർഗം ഹറാമാക്കിയിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് 5 വർഷം ഭരണം നടത്തിയവർ ഏത് പാർട്ടിയുമാകട്ടെ, ഞാൻ എന്ത് ചെയ്തു, ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോയത്, ഈ 5 വർഷങ്ങളിൽ എന്ത് നേട്ടങ്ങളാണ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് കോട്ടം എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് കൃത്യമായി ആലോചിക്കേണ്ട വിഷയമാണ്. അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമാ അവർക്ക് ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ച, അല്ലേ, ഗാന്ധിജി വരെ പറഞ്ഞില്ലേ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഉമറിൻ്റെ ഭരണം വരണമെന്ന് ഞാൻ കൊതിക്കുകയാണ്, അത്രയും മനോഹരമായ ഭരണമായിരുന്നു എന്നാണ്. ആ ഉമറും അബൂബക്കറുമൊക്കെ അവർക്ക് ഭരണം ഏൽപ്പിക്കുമ്പോൾ കരയുകയാണ്. തരല്ലേ, എനിക്ക് തരല്ലേ, ഇത് എന്നെ ഏൽപ്പിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് നേതൃത്വം ലഭിച്ചാൽ പലപ്പോഴും ആളുകളെ പിടികൂടുന്ന ചില രോഗങ്ങളാണ്, അല്ലേ. ഈമാനില്ലെങ്കിൽ വളരെ കഷ്ടമാണ്. ഞാൻ വലിയ ആളാണ് എന്ന് തോന്നുക, നേതാവായി നടക്കുക, മറ്റുള്ളവരെ നിസ്സാരമായി കാണുക, അറിയപ്പെടാനുള്ള ത്വര, അതേപോലെ പോപ്പുലാരിറ്റിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരവസ്ഥ, അത് ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഭൂഷണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മത്സരിക്കുന്നവർ തങ്ങളുടെ പരലോകം നഷ്ടമാകില്ലെന്ന് ഉറപ്പുവരുത്തി വേണം മത്സരിക്കാൻ. അതേപോലെ നന്മയുണ്ട്, ഈ വിഷയത്തിൽ മത്സരിക്കുന്നവർക്ക് നന്മയുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അധികാരം മോഹിക്കരുത് എന്ന് പറഞ്ഞു. എന്നാൽ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം പറഞ്ഞപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം അവിടുത്തെ രാജാവിനോട് ചോദിച്ചതെന്താ? ഇജ്അൽനി അലാ ഖസാഇനിൽ അർദ് ഇന്നി ഹഫീദുൻ അമീൻ. അല്ലേ, എനിക്ക് കൃത്യമായി ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ സാധിക്കും, കൃത്യമായ ന്യായങ്ങൾ ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കും, ആളുകൾക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ഞാൻ നേടിയെടുത്ത് കൊടുക്കും എന്ന് ഉറപ്പുണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ എതിരാളികൾ അത് കൃത്യമായി ചെയ്യാത്തവരാണ്, അനീതിയും അക്രമവും ചെയ്യുന്നവരാണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ, നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ട് എങ്കിൽ, നല്ല ഉദ്ദേശത്തോടു കൂടി ഒരു മുസ്ലിം അങ്ങനെ ഏറ്റെടുക്കുകയാണെങ്കിൽ അവന് പ്രതിഫലമാണ് ലഭിക്കുക. അല്ലെ, എത്രയോ കാരുണ്യ പ്രവർത്തനം ഇതിൻ്റെ പിന്നിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെയുള്ള നന്മകൾ ചെയ്താൽ അവൻ ആരാവട്ടെ, മെമ്പറാവട്ടെ, MLA ആവട്ടെ, MP ആവട്ടെ, ആരുമാവട്ടെ, ആ സമയത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എല്ലാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയില്ല, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇത് എനിക്ക് പ്രതിഫലം ലഭിക്കണമെന്ന രീതിയിൽ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ വമ്പിച്ച പ്രതിഫലമാണ് ഇതിലൂടെ അതിനൊരു ഇബാദത്താക്കി മാറ്റാൻ സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മറ്റുള്ളവർ കാണാൻ ഒന്നുമല്ല. അങ്ങനെ മറ്റുള്ളവർ കാണണം, അതല്ലെങ്കിൽ എനിക്കൊരു പോപ്പുലാരിറ്റി കിട്ടണം, വലിയ ആളാവണം എന്നൊക്കെ വിചാരിച്ചാലോ, മൻ സമ്മ അസമ്മ അല്ലാഹു ബിഹി വമൻ റാഅ റാഅ അല്ലാഹു ബിഹി. ആരെങ്കിലും എന്നെക്കുറിച്ച് നല്ലതിങ്ങനെ പറയണം, ആൾക്കാർ എന്നെക്കുറിച്ച് നല്ലത് കാണണം എന്ന് വിചാരിച്ച് എന്തെങ്കിലും ചെയ്താലോ അവന് പിന്നെയും അങ്ങനെയുള്ള അവസരം അല്ലാഹു ഇട്ടുകൊടുക്കുന്ന. ആൾക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതവനൊരു ഹരമായി തോന്നുകയും പിന്നീട് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് അവസാനം നരകത്തിൻ്റെ പടുകുഴിയിൽ അവൻ എത്തിപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ സ്ഥാനാർത്ഥി ആയാലും അല്ല എങ്കിലും ആരാണെങ്കിലും ഒരു മുസ്ലിം, യഥാർത്ഥ മുസ്ലിം ആയിക്കൊണ്ട് തന്നെ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുക. വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ എന്നാണ് അള്ളാഹു നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹു ആ രീതിയിൽ ഏറ്റവും നല്ല മുസ്ലിമായി മുഅ്മിനായി മരിക്കാനുള്ള നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ, സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിനുടനീളം സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആ നിലക്ക് തഖ്വയോടുകൂടി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് കണ്ണടക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏതാനും ചില മര്യാദകളാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നത്. ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അതേപോലെ മറ്റൊരു കാര്യമാണ്
പൊള്ളയായ വാഗ്ദാനങ്ങൾ നമ്മളെമ്പാടും കേൾക്കാറുണ്ട് അല്ല. തിരഞ്ഞെടുപ്പ് രംഗത്ത് വിജയത്തിന് വേണ്ടി പല വാഗ്ദാനങ്ങളും നൽകുന്നത് നമ്മൾ കാണാറുണ്ട്. അത് സ്ഥാനാർത്ഥി മാത്രമല്ല, സ്ഥാനാർത്ഥിയുടെ കൂടെ നടക്കുന്ന ആളുകൾ അത് ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യുമെന്ന് മനസ്സിൽ ആഗ്രഹമുള്ള ഉറപ്പുള്ള വിഷയമാണ് ആ രീതിയിൽ വാഗ്ദാനമായി നമ്മൾ പറയേണ്ടത്. അല്ല എങ്കിൽ അത് വലിയ അപകടത്തിലേക്കാണ്, വലിയ കുറ്റമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കപട വിശ്വാസിയുടെ മുനാഫിക്കിൻ്റെ അടയാളമായി 3 എണ്ണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആയത്തുൽ മുനാഫിഖി സലാസ്. ഇദാ ഹദ്ദസ കദബ, തൊള്ള തുറന്ന കളവാണ് പറയുക. വഇദാ വഅദ അഖ്ലഫ, അതല്ലെങ്കിൽ കരാർ എന്തെങ്കിലും വാഗ്ദാനം കൊടുത്താൽ അവൻ ലംഘിച്ചിരിക്കുമെന്നാണ്. വഇദാ തുമിന ഖാന, എന്തെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വഞ്ചിക്കുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് വിശ്വാസി ഇതിലെല്ലാം ഈ രംഗത്ത് ഇടപെടുമ്പോൾ വളരെ ഗൗരവത്തിൽ വേണം ഇടപെടാൻ. നടക്കുന്നത് മാത്രം പറഞ്ഞാൽ മതി. അതല്ലാതെ ഒരിക്കലും നമ്മളുടെ പരലോകം നശിപ്പിക്കാനായിട്ട് നിഫാഖിൻ്റെ പരിധിയിൽ എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല, വലാ തഖറബൂ മാലൽ യതീമി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ. യതീമിൻ്റെ വിഷയം പറഞ്ഞുകൊണ്ട് പിന്നീട് പറയാണ്, ഹത്താ യബ്ലുഗ അശുദ്ദ വഔഫൂ ബിൽ അഹ്ദി ഇന്നൽ അഹ്ദ കാന മസ്ഊലാ. കരാർ നിങ്ങൾ പൂർത്തീകരിക്കണേ, നിറവേറ്റണേ. തീർച്ചയായും കരാറുകൾ അത് നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. എന്നിട്ടോ സൂറത്തു തൗബയിൽ അല്ലാഹു പറയാണ്, വമിൻഹും മൻ ആഹദല്ലാഹ ലഇൻ ആതാനാ മിൻ ഫദ്ലിഹി ലനസ്സദ്ദഖന്ന വലനകൂനന്ന മിനസ് സാലിഹീൻ. അള്ളാഹുവിനോട് ചില ആളുകൾ കരാറ് കൊടുത്തു എന്നാണ്. എന്താ? അള്ളാഹു ഞങ്ങൾക്ക് ഫദ്ലിനെ നൽകിയാൽ, അള്ളാഹുവിൻ്റെ ഔദാര്യം ഞങ്ങൾക്ക് നൽകിയാൽ ഞങ്ങൾ സദഖ കൊടുക്കുന്നവരും അതേപോലെ സ്വാലിഹീങ്ങളുമായി മാറാം. ഫലമ്മ ആതാഹും മിൻ ഫദ്ലിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യം അവൻ നൽകിയപ്പോഴോ ബഖിലൂ ബിഹി വതവല്ലൗ വഹും മുഅ്രിദൂൻ, അതിൽ പിശുക്ക് കാണിക്കുകയും അല്ലേ, സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിയതിന് ശേഷമോ പിന്നെ വാഗ്ദാനങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ ആയിത്തീരാൻ പാടില്ല എന്നുള്ളതാണ്. ബഖിലൂ ബിഹി, പിശുക്ക് കാണിക്കുകയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് കളയുന്ന ഒരവസ്ഥ. അങ്ങനെയാണെങ്കിലോ അള്ളാഹ് പറയാണ് അവർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താണ്? ഫഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം, അള്ളാഹു അവരുടെ മനസ്സിൽ നിഫാഖിനെ ഇട്ട് കൊടുക്കുമെന്നാണ്. ഇലാ യൗമി യൽഖൗനഹു, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരേക്കും. ബിമാ അഖ്ലഫുല്ലാഹ മാ വഅദൂഹു, അവർ അള്ളാഹുവിന് കൊടുത്ത കരാറിനെ ലംഘിച്ചതിൻ്റെ ഫലമായിട്ട്. വബിമാ കാനു യക്ദിബൂൻ, കളവ് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഏറ്റവും വലിയ ശിക്ഷയായ നിഫാഖിനെ അവരുടെ മനസ്സിലിട്ട് കൊടുക്കുമെന്നാണ്. നിഫാഖ് കൊടുത്താൽ എന്താ? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, മുനാഫിഖീങ്ങൾ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലെ സ്ഥാനമാണ് അവർക്കുള്ളത് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ മറ്റൊരു കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഒരുപക്ഷെ ഡ്യൂട്ടി കിട്ടുന്നവരായിരിക്കാം, പോളിംഗ് ബൂത്തിലോ മറ്റൊക്കെ ഡ്യൂട്ടി കിട്ടുന്നവരായേക്കാം. അവിടെയൊന്നും നമ്മളുടെ ആരാധനകൾ നമ്മൾ അവഗണിക്കാൻ പാടില്ല. ആരാധനകളിൽ അശ്രദ്ധ പാടില്ല എന്നുള്ളതാണ്. നിസ്കാരമൊക്കെ കൃത്യമായി നമ്മൾ നിർവഹിക്കണം. അതൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായി യഥാർത്ഥ മുസ്ലിമായി അന്ന് മരിക്കുകയാണെങ്കിലോ മുസ്ലിമായി തന്നെയാണ് മരിക്കേണ്ടത് എന്ന ബോധമാണ് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുസ്ലിങ്ങളായി മരിക്കുന്നവരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് റഹ്മത്ത് കൊണ്ട് നമുക്കെല്ലാം പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ള രോഗികൾക്ക് അല്ലാഹു എത്രയും പെട്ടെന്ന് ഷിഫായിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിച്ചുപോയവർക്ക് അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് അല്ലാഹു ഇരുലോകത്തും കൺകുളിർമയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിലും ജോലികളിലുമെല്ലാം അഭിവൃദ്ധിയും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു എത്രയും പെട്ടെന്ന് വിജയവും ആഹ്ലാദവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ശത്രുക്കളെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.